എൻ്റെ മക്കളെ കരച്ചിൽ കണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സഹായിക്കണം. എൻ്റെ മോനെ സഹായിക്കണേ, മോനെ സഹായിക്കണേ, എല്ലാവരും സഹായിക്കണേ, എല്ലാവരും കുഞ്ഞു മക്കളാണ്. മോള് സങ്കടപ്പെടണ്ട കേട്ടാ. ഇങ്ങനെ കരയല്ല കേട്ടോ. ഉപ്പാക്കൊന്നും സംഭവിക്കില്ല കേട്ടാ. മോളിങ്ങനെ കരയുന്നൊരു ഉപ്പാക്ക് വേദനയാവില്ല. മോളല്ല ധൈര്യം കൊടുക്കണ്ട ഉപ്പാക്ക്. എന്റെ ബാപ്പാക്കൊന്ന് ക്ഷീണം വന്നാല് ദാഹം മാറി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലാണ്. എന്റെ ബാപ്പയെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഈ 4 പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് നിങ്ങളോട് സഹായം ചോദിക്കുമ്പോ ആ സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെയും പോകരുത് പ്രിയപ്പെട്ടവരെ. അവസാനം പ്രതീക്ഷയോടുകൂടി ഗതികേട് കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഈ വീട്ടിൽ കയറി വന്നപ്പോ ഒരു ബെഡിൽ ഉമ്മയും മകനും കെട്ടിപ്പിടിച്ച് വിതുമ്പിക്കൊണ്ട് കരയുക. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എൻ്റെ മോന് രോഗിയായി ഇവിടെ കിടന്ന ഒരു സാഹചര്യത്തിലാണ്. ഞങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ഈ മാതാവ് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് സഹായം ചോദിക്കുമ്പോ, ഈ പുണ്യനാളിൽ നമ്മുടെ മുന്നിൽ വന്ന് ഇവർ കൈനീട്ടുമ്പോ ആരും തട്ടിമാറ്റി പോകല്ലേ. ഈ ഒരു സഹായം ആരും തട്ടിമാറ്റി പോകല്ലേ. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് പടച്ചവനുമുള്ളത് ഞാൻ നിങ്ങളൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും സഹായിക്കണം. ഞങ്ങൾക്ക് വാപ്പല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങൾ വാപ്പക്ക് ഒരു സന്തോഷമാണ്. ഒരു ഗതിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ അവസ്ഥയിൽ വന്നത്. കുട്ടനെ എല്ലാവരും സഹായിക്കണേ. ഞാനും സുഖമില്ലാത്തവൻ്റെ മോനും സുഖമില്ലാത്തവനെ. കരയല്ലുമ്മ, കരയല്ല. നിങ്ങളിങ്ങനെ കരയല്ലേ? നിങ്ങൾക്ക് സുഖമില്ലാത്തല്ലേ? നിങ്ങളിങ്ങനെ കരയല്ലേ? ഒരു ബെഡില് ഉമ്മയും മോനും ഇത് കിടന്ന് കരയുക. ഞാൻ വരുന്ന സമയത്ത് ഉമ്മാക്ക് നിൽക്കാൻ പറ്റണില്ല. മകന് കിഡ്നി രോഗം വന്ന അവശ്യ നിലയിലാണ്. വളരെ ഗുരുതരാവസ്ഥയിലാണ്. വളരെ എമർജൻസി ആയി കിഡ്നി മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. കിഡ്നി മാറ്റിവെക്കലും തുടർ ചികിത്സയും എല്ലാം ഉൾപ്പെടെ 35 ലക്ഷം രൂപ എമർജൻസി ആയി കണ്ടെത്തിയാൽ മാത്രമേ ഈ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഈ പൊന്നു മോളെ കാണുന്നില്ല, ഈ മക്കളുടെ കരച്ചില് കാണുന്നില്ല. നിങ്ങൾ ഈ പുണ്യ നാളിൽ വേദനയോടുകൂടി നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുകയാണ് ഈ കുടുംബത്തിന് വേണ്ടി. നിങ്ങൾ ഒന്ന് സഹായിച്ചാൽ മാത്രമേ ഈ ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുള്ളൂ. കരയല്ലുമ്മ.